എല്ലാത്തിൻ്റെയും അന്ത്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അന്ത്യം നന്നാകാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. റസൂലുള്ള ഹദീസിലും ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, ഏതൊരു കർമ്മത്തിൻ്റെയും അതിൻ്റെ അന്ത്യത്തിനനുസരിച്ചാണ് ആ കർമ്മം വിലയിരുത്തുന്നത്. വൽ ആഖിബത്തു ലിത്തഖ്വ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം മരണമാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും അന്ത്യം നമ്മൾ ആ ഉറക്കിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ്. ഉറക്കം അതും ചെറിയൊരു മരണമാണ്. അൽ മൗത്തു സുഗ്റ അല്ലെങ്കിൽ അഹുൽ മൗത്ത് എന്നെല്ലാം ഉറക്കിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഉറക്കിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉരുവിടാറുള്ള പ്രാർത്ഥനകൾ പോലും മരണത്തെ ഉണർത്തിക്കൊണ്ടാണ് നമ്മൾ ഉറക്കിലേക്ക് പ്രവേശിക്കുന്നത്. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹ്യ. പിന്നീട് നമ്മൾ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിലും ഉറക്കിൽ നിന്നല്ല മരണത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് പോലെയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന. അനാമന എന്നല്ല, മറിച്ച് അമാതന വ ഇലൈഹി നുശൂർ. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. കാരണം ഉറക്കം യഥാർത്ഥത്തിൽ ചെറിയൊരു മരണമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിന്റെ 42-ാമത്തെ വചനത്തിൽ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതീ ലം തമുത് ഫീ മനാമിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവേളയിൽ നമ്മുടെ ആത്മാക്കളെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും. മരണപ്പെടാത്തവയെ ഉറക്കിന്റെ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും എന്നുള്ളതാണ്. അപ്പം മരണം വിധിക്കപ്പെട്ട ആളുകളുടെ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെക്കുന്നു. അല്ലാത്ത ആത്മാക്കളെ അവർ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ഇല അജലി മുസമ്മ, ഒരു നിശ്ചിത സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് വിട്ടയക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മുടെ മരണം നമുക്ക് പറഞ്ഞു തരുമെങ്കിൽ, ഒരാൾ ഉണർന്നിരിക്കുന്ന സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയം നമുക്ക് പറഞ്ഞു തരും. ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നിരവധി ചോയ്സുകളുണ്ട്. ഒരാൾ അങ്ങേയറ്റം ക്ഷീണിതനാണ്, അതുകൊണ്ട് തന്നെ നേരിട്ട് ഒന്നും ചെല്ലാതെ ഉറക്കിലേക്ക് പ്രവേശിക്കാം. അതല്ലെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ ആ ഫോണൊന്ന് കയ്യിലെടുത്ത് ആ സോഷ്യൽ മീഡിയ വഴി വഴിവിട്ടൊരു യാത്രക്കൊരുങ്ങാം. അതായത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി എടുത്ത് പിന്നീട് സമയം പോയത് അറിയാത്ത രൂപത്തിൽ വേണ്ടാത്തത് കണ്ടും കേട്ടും ആ രൂപത്തിൽ ഉറക്കിലേക്ക് പ്രവേശിക്കാം. അതല്ലെങ്കിൽ പല സന്ദർഭത്തിലും വേണ്ടാത്ത സംസാരം, പകലിലുള്ള ആ ഭണ്ഡാരം അഴിച്ചു വെക്കുന്നത് പല സന്ദർഭത്തിലും രാത്രി വിരിപ്പിലെത്തുന്ന സന്ദർഭത്തിലാണ്. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ അവർ സംസാരിച്ച് പല സന്ദർഭത്തിൽ ആ സംസാരം പിണക്കത്തിൽ കലഹിച്ച് ആ രൂപത്തിൽ ഉറക്കിലേക്ക് പ്രവേശിക്കാം. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതുപോലെ അദ്കാറുകളും പരിശുദ്ധ ഖുർആനെല്ലാം ചൊല്ലി ആ രൂപത്തിൽ സമാധാനത്തോടുകൂടെ ഉറക്കിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊരാളുടെയും കൂടെ ഒരു ഖരീനുണ്ട്. നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലക്കും തിന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിശാചും സദാസന്ദർഭത്തിൽ നമ്മുടെ കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അതാഹു മലക്കും വ ശൈത്താൻ, അത് രണ്ടും അയാളെ സമീപിക്കുകയാണ്. അതിനുശേഷം ഫയഖൂലുൽ മലക്കു ഇഖ്തിം ബി ഖൈർ ഇഖ്തിം ബി ഖൈർ. ആ മലക്ക് വന്നുകൊണ്ട് നമ്മോട് മന്ത്രിക്കും, ഇന്നത്തെ ദിനം നീ ആ നന്മയിൽ അവസാനിപ്പിക്കെന്ന് ആ മലക്ക് ആ സന്ദർഭത്തിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ അദ്കാറുകളെല്ലാം ചൊല്ലി ആ രൂപത്തിൽ ഉറങ്ങാൻ വേണ്ടിയായിരിക്കും ആ മലക്ക് നമ്മോട് മന്ത്രിക്കുക. അതേ സന്ദർഭത്തിൽ ആ പിശാചും ആ സന്ദർഭത്തിൽ വന്ന് കഠിനമായിട്ട് പരിശ്രമിക്കും. ഇഖ്തിം ബിശർ, നീ തിന്മയിൽ അവസാനിപ്പിക്കെന്ന് ആ സന്ദർഭത്തിൽ പിശാച് നമ്മോട് വന്ന് മന്ത്രിക്കും. പല സന്ദർഭത്തിലും ആ അത്തരം പിശാചിൻ്റെ മന്ത്രങ്ങൾ കേട്ടാണ് വലിയൊരു വിഭാഗം ആളുകളും ഉറക്കിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം നമ്മൾ ആരുടെ മന്ത്രമാണ് കേൾക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകല് ഉണർന്നിരിക്കുന്ന സമയം നോക്കിയാൽ അറിയാം ഒരാൾ എങ്ങനെയാണ് ഉറക്കിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ഇപ്പോൾ പിശാച് ആ സന്ദർഭത്തിൽ ഒരാളെ കീഴടക്കാൻ വേണ്ടി കഴിയുന്നത്ര പരിശ്രമിക്കും. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് അയാളുടെ അന്ത്യമാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. ഒരുപക്ഷെ ഭൂമിയിൽ അയാളുടെ അവസാനത്തെ ദിവസമായിരിക്കും അത്. ഇനി ഒരുപക്ഷെ പിശാചിന് അതേ രൂപത്തിൽ വഴിപിഴപ്പിക്കാൻ അവസരം ലഭിച്ചു കൊള്ളുന്നില്ല. കാരണം നമ്മൾ നാളെ എഴുന്നേൽക്കുമെന്നുള്ള വിവരം നമ്മുടെ കയ്യിലില്ല. ഒരുപക്ഷെ നമ്മൾ ആ ബെഡിൽ ഉറങ്ങി എഴുന്നേൽക്കുന്നത് ഒരുപക്ഷെ ഖബറിലായിരിക്കും. അപ്പോൾ ദുനിയാവിൽ അവസാനമായിട്ട് അയാൾ ചെയ്യുന്ന പ്രവൃത്തി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയാകണമെന്ന് ആ രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി പിശാച് കഠിനമായ ആ സന്ദർഭത്തിൽ ശ്രമിക്കും. അതേ സന്ദർഭത്തിൽ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തി ആ മലക്കിന്റെ മന്ത്രം കേട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ആണ് നീ ഉറക്കിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ആ മലക്ക് ആ പിശാചിനെ ആട്ടി അകറ്റിയ രാത്രിയിലുടനീളം നിനക്ക് സംരക്ഷണം നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ പിശാചിൻ്റെ മന്ത്രങ്ങൾക്ക് വഴിപ്പെടാതെ അവരുടെ അവസാന നിമിഷം ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പലതും നമ്മുടെ വിഷയമായിട്ട് ആ മലക്കുകളായിട്ട് ബന്ധമുള്ളതാണ്. സ്വഹീഹായിട്ടുള്ളൊരു ഹദീസ് റസൂൽ നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ ഉറക്കിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ വുളൂ ചെയ്യുക,
അങ്ങനെ ഉളൂ ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു മലക്ക് വരും. ആ മലക്ക് പ്രഭാതം വരെ നിന്റെ പാപമോചനത്തിന് വേണ്ടി ആ മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മലക്കുകൾ നമുക്കറിയാം, അവർ നമ്മൾ ശ്വസിക്കുന്നത് പോലെ അവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അവർ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി, ഭൂമിയിലുള്ള നല്ലവരായിട്ടുള്ള ദാസന്മാർക്ക് വേണ്ടി അവരുടെ പാപമോചനത്തിന് വേണ്ടി ആ മലക്കുകൾ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയുടെ 5-ാമത്തെ വചനത്തിൽ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർള്, ഭൂമിയിലുള്ള നല്ലവരായിട്ടുള്ള ദാസന്മാർക്ക് വേണ്ടി ആ മലക്കുകൾ പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ചിന്തിച്ചു നോക്കുക. ആ പരിശുദ്ധരായിട്ടുള്ള മലക്കുകളുടെ പ്രാർത്ഥന എത്ര ശ്രേഷ്ഠമായിരിക്കും. ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ ഒന്ന് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊന്ന് ഉളൂ നിർവഹിക്കുക. ആ സന്ദർഭത്തിൽ ആ മലക്ക് വന്നുകൊണ്ട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർലി അബ്ദിക ഫഇന്നഹു ബാത ത്വാഹിറ, ഓ അല്ലാഹ് നീ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, കാരണം അയാൾ ശുദ്ധിയുള്ള അവസ്ഥയിലാണ് ആ രാത്രി കഴിച്ചു കൂട്ടിയത്. അതേപോലെ റസൂലുള്ളാഹി നമ്മളെ ഉണർത്തിയ മറ്റൊരു കാര്യം, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠ വചനങ്ങളായിട്ടുള്ള ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്യുക. ആയത്തുൽ കുർസീൻ്റെ മഹത്വം അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്വഹീഹായിട്ടുള്ള ഹദീസ്, സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ അവസാനമായിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ട് ഉറക്കിലേക്ക് പ്രവേശിച്ചാൽ പ്രഭാതം വരെ ഒരു മലക്കിൻ്റെ സംരക്ഷണം അയാൾക്ക് നൽകുമെന്നുള്ളതാണ്. ആ മലക്ക് പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും ആ രാത്രിയിലുടനീളം അയാളെ സംരക്ഷിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. ഒരാൾ വുളൂ ചെയ്ത് ആ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ട് ആ ഉറക്കിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പ്രഭാതം വരെ അയാളുടെ പാപമോചനത്തിന് വേണ്ടി ഒരു മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അയാളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഒരു മലക്ക് അയാളുടെ സമീപത്തുണ്ടായിരിക്കും. ആ രൂപത്തിൽ ഒരാൾ കണ്ണടച്ച് പിന്നീട് അയാൾ കണ്ണ് തുറക്കുന്നത് ഖബറിലാണെങ്കിലും എത്ര നല്ല പര്യവസാനമായിരിക്കും അയാളുടേത്. സുബ്ഹാനല്ലാഹ്.